രണ്ടുപേരും ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിലേക്കും പുതിയ ക്രമത്തിലേക്കും വന്നവരാണ്. ഈ 3 തലമുറ ഞാൻ 1991 ജനുവരി ഡിസംബർ മാസം 24-ാം തീയതിയാണ് ആദ്യമേ എനിക്ക് ലഭിച്ച ജവഹർ കോളനി പള്ളി. എനിക്ക് 4 പള്ളിയാണെന്ന് കൽപ്പനയായിട്ട് കിട്ടിയത്. എനിക്കറിയത്തില്ല ഈ പ്രദേശത്തെ പറ്റി. ഞാൻ ആദ്യമായിട്ട് പുനലൂരിൽ നിന്നൊരു വണ്ടിയൊക്കെ കാറൊക്കെ പിടിച്ച് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ഈ പ്രദേശത്ത് ജവഹർ കോളനി എത്താൻ പറ്റിയില്ല. അന്ന് ഇന്നത്തെ റോഡൊന്നുമല്ല. ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ കൊണ്ട് എത്താം പുനലൂരിൽ നിന്ന്. പക്ഷേ 3 മണിക്കൂറായി. ഞാൻ കുർബാന പറഞ്ഞത്, ക്രിസ്മസ് കുർബാന പറഞ്ഞത് 6 മണിയാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് 7 മണിക്കേ സാധിച്ചുള്ളൂ എത്താനായിട്ട്. സുറിയാനിക്കാരൻ കുറച്ച് നല്ല ക്രൈസ്തവ വിശ്വാസമുള്ളവരാണ്. അച്ഛനെ കുറച്ചുകളെ കാത്തിരിക്കുന്നത്. അവർ വീട്ടിൽ പോയി. ഞാനെല്ലാം ഈ മോൻ്റെ വല്യപ്പച്ചനെ വിളിച്ചു പറഞ്ഞു, അപ്പച്ച എൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ്. അച്ഛനായത് 19-ാം തീയതി ആദ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതാണ്. എനിക്ക് 4 പള്ളിയിൽ ഇനി പോകാനോ 3 പള്ളിയിൽ ഇനി ക്രിസ്മസ് ആഘോഷിക്കേണ്ടതായിട്ടുമുണ്ട്. കൂടെ നിന്ന കുർബാനയ്ക്ക് കൂടുന്ന ആള് സണ്ണിയുടെ അനിയനെ കൂടെ ഉണ്ട്. സണ്ണിയുടെ അനിയനെയും അപ്പച്ചനെയും കൂട്ടി ഞാൻ വന്ന ജീപ്പിൽ ഞാൻ ഭവന സന്ദർശനത്തിനിറങ്ങി. ഞാൻ ഇവിടെയൊക്കെ വീടുകളിൽ ചെന്ന് പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ട്, എല്ലാവരും വരണം. അങ്ങനെ 7 മണിക്ക് ക്രിസ്മസ് സന്തോഷമായിട്ട് ആഘോഷിച്ച് 9 മണിക്ക് തുടങ്ങി. അന്ന് രാവിലെ 3 മണിക്കാണ് ചോഴിയക്കോട് 4ാമത്തെ ശുശ്രൂഷ സമാപിച്ചത്. ഒരു കാലത്ത് ഞാൻ ഓർത്തത്, ഒരു കാലത്ത് ദേവാലയത്തെ ചേർത്ത് വെച്ച ഒരു പിന്തറയുടെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഖിൽ സന്നിയുടെ. തീർച്ചയായിട്ടും നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ താമരശ്ശേരി രൂപതയിൽ ദൈവവിശ്വാസം വളരുന്ന മകൾ തന്നെയാണ് മിന്നി തോമസ്. ഒരു പഴയ തലമുറയുടെ നന്മകളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളൊരു പുതു കുടുംബത്തിൽ, ഒരു യുഗ ജീവിതത്തിൽ, മാറുന്ന യുഗത്തിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ മാതാപിതാക്കളും പൂർവ്വ മാതാപിതാക്കളും സ്വീകരിച്ച കുടുംബജീവിതത്തിൻ്റെ കുറേയധികം മൂല്യങ്ങളുണ്ട്. ഇത് ഈ മൊബൈൽ യുഗത്തിൽ ഇതൊക്കെ മാറിപ്പോകുമ്പോഴാണ് പല കുടുംബങ്ങളും താളം തെറ്റുകയും പല കുടുംബങ്ങളിലും പ്രതിസന്ധികൾ വരിക. എൻ്റെ മുമ്പിലിരിക്കുന്ന 95% ആൾക്കാരും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ്. അന്നേരം എനിക്ക് നിങ്ങളോട് ആദ്യത്തെ പറയാനുള്ള അപേക്ഷയും ചിന്തയും ഇത് തന്നെയാണ്. നിങ്ങൾ മുന്നോട്ട് കുറച്ച് നോക്കിയാൽ മതി. കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ പിറകോട്ട് നോക്കണം. നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളെ നയിച്ച അപ്പച്ചൻ അമ്മച്ചിമാരുണ്ട്. അവരുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നെ ചേർത്ത് വെച്ച, ഞാൻ വഴി താമസിച്ചപ്പോൾ എന്നെ ചേർത്ത് വെച്ച്, അച്ഛാ നമുക്കിന്ന് കുർബാന അർപ്പിക്കണം, അച്ഛൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് ചേർത്ത് വെച്ച് അന്ന് ക്രിസ്മസ് ആഘോഷിക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും പഠിപ്പിച്ച ഒരു പഴയ തലമുറയുടെ വിശ്വാസ ജീവിതമാണ്. ഇന്ന് വിശുദ്ധ വചനത്തിൽ നിങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ 2 അല്ല 1 ശരീരമാണ്. എല്ലാ ശാസ്ത്രവും പരിശോധിച്ചാൽ 2 മനുഷ്യർ ഒന്നാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഒരുമയുണ്ടാകുക, ഒരു മനുഷ്യനാവും തീരുക? ഇവിടെ നിഖിലും മിന്നിയും 2 കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന് 2 സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷങ്ങളിൽ ഈ അൾത്താരെയും ഈ മാതാപിതാക്കളെയും വിശ്വാസ സമൂഹത്തെയും ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ കുരിശ് കൊണ്ട് നിങ്ങളുടെ തലയിൽ അഭിഷേകം ചെയ്ത് നിങ്ങളെ അണിയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ക്രൂശിതനിലേക്കുള്ള നോട്ടമാണ്. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടെ വിവാഹ ഉടമ്പടിയുടെ പൂർത്തീകരണമായി നിങ്ങൾ മോതിരങ്ങൾ കൈമാറി. നിങ്ങൾ ക്രൂശിതനിലേക്ക് നോക്കി ഈ മോതിരങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. ക്രൂശിതൻ എല്ലാം ചേർത്ത് വെക്കുന്നവനാണ്, എല്ലാം സഹിക്കുന്നവനാണ്, എല്ലാത്തിനോടും കരുണ കാണിക്കുന്നവനാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും പരസ്പരം മനസ്സിലാക്കാനും ചേർത്ത് വെക്കുവാനും
ക്ഷമിക്കുവാനും കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം അർത്ഥപൂർണമാകും. കർത്താവിൻ്റെ വിജയപ്രദമായ രക്ഷാകരമായ കുരിശിനാലാണ് 3 പ്രാവശ്യം നിങ്ങളുടെ തലയിൽ അഭിഷേകം ചെയ്ത് നിങ്ങളെ അണിയിക്കുക. കുരിശ് കൊണ്ട് നിങ്ങൾക്ക് കുരിശിനാൽ നിങ്ങൾ അഭിഷിക്തരാകുകയാണ്. സർവശക്തനായ ദൈവമുണ്ട്. ഈ 3 പേരും കൂടി ചേർന്നിട്ടാണ് കുടുംബജീവിതം അർത്ഥപൂർണമാകുന്നത്. ദൈവബന്ധമുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ച നിങ്ങളുടെ പൂർവിക തലമുറകൾ സന്തോഷത്തോടെ കണ്ട ഒരു നന്മയുടെ കുടുംബജീവിതം അടുത്ത തലമുറയിലേക്ക് പിൻവാങ്ങി കൊടുക്കുവാൻ നിങ്ങൾക്ക് 2 പേർക്കും ദൈവം വരം നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ, എല്ലാ കൃപകളും നൽകട്ടെ. ക്രൂശിതനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് നമ്മുടെ ദൃഷ്ടി അവൻ്റെ മേൽ വെച്ച് നന്മയുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സെമിനച്ചൻ്റെയും ഗോട്ടോയച്ചൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം നാമത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന് എല്ലാ ദൈവിക നന്മകളും പാപങ്ങളും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നിങ്ങളെ ദൈവിക കുടുംബമായി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.